നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അരേ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചിരുന്നു. അന്ന് നമ്മൾ പഠിച്ചത് സിംഗിൾ ഡയമെൻഷണൽ അരേ ആണ്. അതിൽ ഒറ്റ റോയും മൾട്ടിപ്പിൾ കോളംസുമാണുള്ളത്. എന്നാൽ അതുകൂടാതെ മറ്റൊരു ടൈപ്പ് അരയുണ്ട്. അതിന് പറയുന്ന പേരാണ് മൾട്ടി ഡയമെൻഷണൽ അരേ. മൾട്ടി ഡയമെൻഷണൽ അരയിൽ മൾട്ടിപ്പിൾ റോയ്സും ഉണ്ടാവും, മൾട്ടിപ്പിൾ കോളംസും ഉണ്ടാവും. ഇപ്പോൾ വൺ ഡയമെൻഷണൽ അരേ എന്ന് പറയുന്നതാണ് നമ്മൾ സിംഗിൾ ഡയമെൻഷണൽ അരേ എന്ന് പറഞ്ഞത്. അതാണ് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള അരേ സിസ്റ്റം. എന്നാൽ ടു ഡയമെൻഷണൽ അരേ വരുമ്പോൾ അതിന് മൾട്ടിപ്പിൾ കോളംസും മൾട്ടിപ്പിൾ റോസും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതായത് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ടു ഡയമെൻഷണൽ നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും. എന്നാൽ ത്രീ ഡയമെൻഷണൽ അരേ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യൂബിൻ്റെ രൂപത്തിലുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ക്യൂബിൻ്റെ ഫോർമാറ്റ്, അതിന് നീളം, വീതി, ഉയരം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇത് മൂന്നും ഉണ്ടാവും. അപ്പോൾ ഇത്തരം അരേകൾക്ക് പറയുന്നവരെ ത്രീ ഡയമെൻഷണൽ അരേ. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് വളരെയധികം പ്രധാനമുള്ളതുകൊണ്ട് അത് നമുക്ക് പൈത്തണിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ അരേ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രം അരേ ഇമ്പോർട്ട്, അതിനുശേഷം സ്റ്റാർ ഇട്ടു. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ അരയാണ് വേണ്ടത്. ഞാൻ അരയ്ക്ക് പേര് കൊടുത്തു y ഈക്വൽ ടു അരേ ഓഫ്, എനിക്ക് ഇൻറ്റിജർ അരേ മതിയെങ്കിൽ ഐ ഇട്ടു. സിംഗിൾ ഡയമെൻഷണൽ അരേക്ക് ചെയ്തതുപോലെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ഇനി രണ്ട് ഡയമെൻഷനിലുള്ളതാണെങ്കിൽ അടുത്ത സ്ക്വയർ ബ്രാക്കറ്റാണ് ഉള്ളത്. അതിനുശേഷം ഞാൻ സിംഗിൾ ഡയമെൻഷണൽ അരയ്ക്കകത്ത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാല്യൂ കൊടുക്കണം. 1, 2, 3, 4. അതിനുശേഷം ഇവിടെ ഞാൻ വേറെ കുറച്ച് വാല്യൂ കൊടുക്കണം. 4, 5, 6, 7. ഇങ്ങനെ പല വാല്യൂസ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ അരേ പ്രിൻ്റ് ചെയ്യാൻ നോക്കുകയാണ്. പ്രിൻ്റ് ഓഫ് വൈ എന്ന് കൊടുത്തു. ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ചു. എറർ. ഇവിടെ കാണിച്ചിരിക്കുന്നത് എറർ സ്ട്രിങ് ഇൻഡിക്കേറ്റ്സ് മസ്റ്റ് ബി ഇൻറ്റിജേഴ്സ് നോട്ട് ട്രിപ്പിൾ എന്നാണ്. ഇങ്ങനെ കാണിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ അരേ ഇമ്പോർട്ട് സ്റ്റാറിനകത്ത് വന്നു കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ അരേസ് ഇതിൽ വർക്ക് ചെയ്യില്ല. പകരം സിംഗിൾ ഡയമെൻഷണൽ അരേസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ അരേ വർക്ക് ചെയ്യാനായിട്ട് നമ്പി എന്നൊരു മൊഡ്യൂളാണുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നമ്പി എന്നടിച്ചു കൊടുക്കുകയാണ്. നമ്പി എന്നും പറയും, നമ്പി എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്, NUMPY, നമ്പി. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ F10 അടിക്കുന്നു. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോട്ട് മൊഡ്യൂളിൻ്റെ നെയിംഡ് നമ്പി. നമ്പി എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ നെയിം ഇവിടെ ഇല്ല എന്നാണ്, പൈച്ചാമിലില്ല. അപ്പോൾ നമുക്കിത് പൈത്തോണിലുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ IDLE ഫോർമാറ്റ് എടുക്കുകയാണ്. IDLE പൈത്തോൺ കൊടുക്കുന്നു. അതിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് നമ്പി എന്ന് കൊടുക്കാം. നമ്പി എന്ന് കൊടുത്തു. ഇല്ല, ഇവിടെ നമ്പി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? അതിനായിട്ട് തേർഡ് പാർട്ടി പാക്കേജുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് PIP3 എന്നൊരു പാക്കേജാണ്. അത് ഈ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ ചെല്ലണം. അതിനായിട്ട് കമാൻഡ് പ്രോംപ്റ്റ് അടിക്കുക, CMD അടിച്ച് അവിടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് പൈത്തോണിൻ്റെ വേർഷൻ എന്താണെന്ന് നോക്കാം. പൈത്തോൺ സ്പേസ് വേർഷൻ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ പൈത്തോണിൻ്റെ വേർഷൻ ഏതാണെന്ന് കിട്ടും. പൈത്തോണിനകത്ത് 3.12.5 ആണ്. ഇനി ഇതിൽ നമ്പർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് pip3 ഇൻസ്റ്റാൾ നമ്പർ എന്ന് കൊടുത്താൽ മതി. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആകുന്നതാണ്. കുറച്ച് സമയം എടുക്കും. ഇത് ഇൻസ്റ്റാൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാൾ കറക്റ്റ് പാക്കേജ് നമ്പർ എന്ന് വന്നിട്ടുണ്ട്. നമ്പർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വർക്കാവുമോ എന്നറിയാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ പൈത്തോണിൻ്റെ IDLE ഫോർമാറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഇതിനോട് നമ്മൾ ഇമ്പോർട്ട് നമ്പർ എന്ന് കൊടുക്കുക. യെസ്, ഇപ്പോൾ ഇവിടെ എറർ വരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ്. നമുക്കിനി പൈച്ചാമിൽ നമ്പി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ കോഡ് അടിച്ച് നോക്കാം. ഫ്രം നമ്പി ഇമ്പോർട്ട്, ശേഷം സ്റ്റാർ അടിച്ച് നോക്കുന്നു. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ച് നോക്കാം. ഇവിടെ എററാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോ മൊഡ്യൂളിൻ്റെ നെയിംഡ് നമ്പി. നമ്പി എന്ന് പറഞ്ഞൊരു മൊഡ്യൂള് പൈച്ചാമിൽ വന്നിട്ടില്ല. പൈത്തോണിൽ വന്നിരിക്കുന്ന നമ്പി മൊഡ്യൂള് ഇനി പൈച്ചാമിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ഫയലിൽ നിന്നും സെറ്റിങ്സ് എടുക്കുന്നു. സെറ്റിങ്സിൽ നിന്ന് ഇവിടെ പൈത്തോൺ സെറ്റിങ്സ് പ്രോജക്റ്റ്, പൈത്തോൺ പ്രോജക്റ്റിനകത്ത് പൈത്തോൺ ഇൻ്റർപ്രറ്റ് എടുക്കുന്നു. അതിനകത്ത് ഇവിടെ പ്ലസ് സൈൻ ഇൻസ്റ്റാൾ ആൾട്ട് ഇൻസെർട്ട് എന്നുള്ള ഈ പ്ലസ് സൈൻ നിൽക്കുന്നു. ഇവിടെ നമ്പർ എന്ന് കൊടുത്താൽ മതി. നമ്പർ എന്ന് കൊടുത്തു.
അതിനുശേഷം ഇൻസ്റ്റാൾ പാക്കേജ് കൊടുക്കുകയാണ്. ഇത് ഇനി ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും ഇത് ഇൻസ്റ്റാൾ ആകുന്നത്. ഇവിടെ ഏതായാലും നമ്പി പാക്കേജ് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇനി ഇത് ക്ലോസ് കൊടുക്കാം. ഓക്കെ കൊടുത്തു. ഇനി ഇവിടെ ഫ്രം നമ്പി ഇമ്പോർട്ടർ എന്നുള്ള ഇതുണ്ട്. ഇപ്പോൾ തന്നെ മറ്റൊരു മങ്ങിയ കളറായിട്ടുണ്ട്. ഇനി ഷിഫ്റ്റ് കൺട്രോൾ F10 കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇപ്പോൾ എറർ പോയിരിക്കണം. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു സിംഗിൾ അറേ ഉണ്ട് നോക്കാം. Y എന്നൊരു അറയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ y ഈക്വൽ ടു അറേ ഓഫ് നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന പോലെ ഐ ഡേറ്റ ടൈപ്പ് കൊടുത്തു കോമ. അതിനുശേഷം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 2,3,5 എന്ന് കൊടുക്കുകയാണ്. പ്രിൻ്റ് ഓഫ് വൈ എന്ന് കൊടുക്കുന്നു. പ്രിൻ്റ് വൈ എന്ന് കൊടുത്തു. ഇനി ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എററാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം ഇവിടെ ഈ ഐ എന്നുള്ള ഡേറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഈ ഡേറ്റ ടൈപ്പ് ഞാനത് മാറ്റി നോക്കാം. അതിനുശേഷം ഇത് വർക്കാവും നോക്കാം. ഷിഫ്റ്റ് കൺട്രോൾ F10 വീണ്ടും അടിക്കുന്നു. യെസ് 2,3,5 എന്ന് ഇതിൻ്റെ അറേ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും 2,3,5 എന്ന്. അതായത് നമ്പി മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറേയുടെ ഡേറ്റ ടൈപ്പ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഏത് ടൈപ്പാണെന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കോമ ആയിട്ടതിന് ശേഷം ഇൻഡെന്ന് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കൊന്ന് ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ച് നോക്കാം. യെസ് വേണ്ട ഇവിടെ 2,3,5 എന്ന് വന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ഏത് ടൈപ്പാണെന്ന് അടിച്ചു കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.